സർക്കാരിൻ്റെ ഓണാഘോഷത്തിന് 10,000 കോടി രൂപയാണ് എസ്റ്റിമേഷൻ ഇട്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ക്ഷേമ ഭത്ത, സാലറി, പിന്നെ റിട്ടയർ ചെയ്ത ആൾക്കാരുടെ പെൻഷൻ, മറ്റ് പെൻഷനുകൾ, ഇതൊക്കെ ഉൾപ്പെടെ ആഘോഷങ്ങൾക്കും ഒക്കെയായിട്ട് ഒരു എസ്റ്റിമേഷൻ 10,000 കോടി രൂപയാണ്. ഇത് വെച്ച് റിസർവ് ബാങ്കിൽ കടമെടുക്കാൻ സർക്കാർ ആപ്ലിക്കേഷൻ കൊടുത്തു. റിസർവ് ബാങ്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് 2,200 കോടി രൂപയാണ്. ബാക്കി പൈസ എവിടുന്ന് ഉണ്ടാവും, എങ്ങനെ ഉണ്ടാക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഓണം പൊടിക്കും, അതിന് സംശയമില്ല. കാരണം ആദ്യത്തെ ഓണമല്ലേ. മുണ്ടു മുറുക്കി ഉടുത്തിട്ടാണെങ്കിലും ഓണം ഗംഭീരമാക്കാൻ തന്നെയാണ് പരിപാടി. ഇപ്പോൾ തന്നെ ഓണസദ്യകളൊക്കെ വിശാലമായി നടത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുന്നേ മുഖ്യമന്ത്രിയുടെ ഓണസദ്യ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നതായിട്ട് ജനം കണ്ടിട്ടുണ്ടായിരിക്കും. ജനങ്ങൾ ഓണസദ്യ ഉണ്ണുമെന്ന് ഇതുവരെ പറയണേ ഇല്ല. കാരണം ജനത്തിന് ഓണസദ്യ ഉണ്ണണമെങ്കിൽ മാർക്കറ്റിലെ സാധനങ്ങളുടെ വില കുറയണം. ഞാൻ വില കുറയ്ക്കും, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സാധനം കൊണ്ടുവന്ന് നിറയ്ക്കും എന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ വില ആരും പിടിച്ചു നിർത്തണമൊന്നുമില്ല. ഓരോ സാധനത്തിൻ്റെയും വില അങ്ങനെ കുതിച്ചു കയറുകയാണ്. ഇനി ഓണത്തിന് ആകെ എത്ര ദിവസമുണ്ട്? 6 ദിവസത്തെ ബാക്കിയുള്ളൂ. അരി, പഞ്ചസാര തുടങ്ങിയ എല്ലാ സാധനത്തിനും വില കയറി. വെളിച്ചെണ്ണ കുതിക്കുകയാണ് വില. പിന്നെ പ്രധാന ഒരു സാധനമാണ് നേന്ത്രപ്പഴം. പറയേ വേണ്ട, ഇപ്പം തന്നെ 80-90 കടന്നു തോന്നണേ. 100, 120, 150 ആവും ഈ കണക്കിന് പോയാൽ. ടെക്സ്റ്റൈൽ കടയിൽ കയറാനേ പറ്റില്ല. ചോദ്യമില്ല, ഉത്തരവില്ല. പോവുക, പറഞ്ഞ വില കൊടുക്കുക, വാങ്ങുക, പൊയ്ക്കോളുക. ആരും കൺട്രോൾ ചെയ്യാനില്ല. പിന്നെ എങ്ങനെ സാധാരണക്കാരൻ ഓണം ആഘോഷിക്കും? ആരുണ്ട് ഇവിടെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ? ആരെങ്കിലും ഉണ്ടോ? ഒരു ഭരണ സംവിധാനമുണ്ടോ? പേരെടുക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ നാടകങ്ങൾ കളിച്ചുകൊണ്ട് പോകുന്നു എന്നല്ലാതെ സീരിയസ് ആയിട്ട് ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ പോയിട്ട് സാധനം തന്നെ ചിലപ്പോൾ ഷോർട്ടേജ് വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കാനുള്ളത് വ്യാപാരികൾ. അപ്പോൾ പിന്നെ വിലയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തൊരു മിസ്മാനേജ്മെൻറ്റാണിത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ അരി കേന്ദ്രം വളരെയധികം കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടും ഒക്കെ. ആ കേന്ദ്രത്തിൻ്റെ പേരെ വെട്ടിക്കളഞ്ഞ് റേഷൻ കടയിൽ ഏത് തരത്തിലാണ് കൊടുക്കുന്നത് അതിൻ്റെ കണക്ക് മനസ്സിലാക്കുന്നില്ല ജനങ്ങൾക്ക്. അറ്റ്ലീസ്റ്റ് അരിയെങ്കിലും പുഴുങ്ങി കഴിക്കാമായിരുന്നു ഓണായിട്ട്. പച്ചക്കറി കടയിലേക്ക് നോക്കിയ പൈസ കൂടി കൊടുക്കണം, അത്ര വില കൂടി പച്ചക്കറിയുടെ. ഓണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വാങ്ങേണ്ട ഒരു സാധനമാണ് ഈ പച്ചക്കറി. ഓണസദ്യക്ക് വേണ്ടതാണല്ലോ ഈ പച്ചക്കറി. അപ്പോൾ ഈ പച്ചക്കറി ഇങ്ങനെ വില കയറിയാൽ എങ്ങനെയാണ് ഓണം ഉണ്ണുക സാധാരണക്കാരൻ? വെറുതെ അല്ല. സാധാരണ ഓണത്തിന് ഈ നോൺ വെജ് കഴിക്കാറില്ല. വെജിറ്റേറിയൻ സദ്യയാണ് അതിൻ്റെ പ്രധാനം. ഓണസദ്യ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ്. പക്ഷേ ഈ കണക്കിന് പോയാൽ ഓണസദ്യ നോൺ വെജ് സദ്യയായിട്ട് മാറും. ആ ലെവലിലേക്കാണ് പോക്ക്. ഇവിടെ ആരും തന്നെ ഒരു നാഥനില്ലാത്ത കളരിയായിട്ടാണ് പോകുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ
ആ കടകളിൽ പോയാൽ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ കടയിൽ ഓരോ ഐറ്റം ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ സാധാരണ കടയിൽ കിട്ടുന്ന ഉണക്കമിളക്, ചുവന്ന മിളക്, അതിൻ്റെ 6ാമത്തെ ക്വാളിറ്റി, അതായത് 1 2 3 4 5 6, അതായത് നല്ല കടയിൽ പോയാൽ കിട്ടുന്ന എ ക്ലാസ് ക്വാളിറ്റിയുടെ ഇങ്ങനെ അത് 1 2 3 4 5 6ാമത്തെ ക്വാളിറ്റി, അത്രയും മോശം ക്വാളിറ്റി. അപ്പോൾ വില കുറവാ. ആ സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മിക്ക സാധനങ്ങളും. വിശ്വസിച്ച് അവിടെ നിന്നൊരു സാധനം വാങ്ങാൻ പറ്റില്ല. സൂപ്പർ ക്വാളിറ്റി സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല, തയ്യാറാവുന്നില്ല. വെറുതെ ഒരു പറ്റിക്കില്ല. ഇതാ മിളക് മാർക്കറ്റിൽ ഇത്രയേ ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സാധനത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച്, ഈ ക്വാളിറ്റിയുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ സാധനം വാങ്ങിയ അസുഖങ്ങൾ എന്തൊക്കെ അതിൻ്റെ പിന്നാലെ കയറിക്കൂടുകയെന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഭരിക്കുന്നത് കീശ വീർപ്പിക്കാനല്ല, ജനങ്ങൾക്ക് എന്തെങ്കിലും സേവനങ്ങൾ നൽകാനായിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അല്ലാതെ സ്വന്തം പോക്കറ്റ് കട്ട് നിറയ്ക്കാനും ജനങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാനും വേണ്ടിയിട്ടല്ല ജനം ആ കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്ന് ഈ ഭരണകർത്താക്കൾ മനസ്സിലാക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ തനി രൂപം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനങ്ങളുടെ വില നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, അതായത് നിയന്ത്രിക്കില്ല എന്ന് മാത്രമല്ല, ഓണസദ്യ മുഖ്യമന്ത്രി വലിയ ഗംഭീര ഓണസദ്യ, പ്രമുഖർ, പ്രമുഖർ ഞാനതൊന്നും പറയുന്നില്ല, സിനിമക്കാർ, സാഹിത്യകാരൻ, ഇങ്ങനെയുള്ളവരൊക്കെ വിളിച്ച് സദ്യ കൊടുത്തു. എന്നാ ഒരു കോമൺ ആ ഗ്രൗണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എല്ലാവരും വന്ന് ഊണ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ സദ്യ നടത്താനുള്ള ആർജവം ഈ മുഖ്യമന്ത്രി കാണിച്ചോ? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള VIP-കളെ മാത്രം വിളിച്ചിട്ട് ഒരു ഓണസദ്യ കൊടുത്തുകൊണ്ടൊന്നും കേമത്തമാവില്ല. ഒരു 10 ലക്ഷം ആൾക്കുള്ള അരിയൊക്കെ ഉണ്ടല്ലോ, ആ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരു സദ്യ നടത്ത്, എന്നിട്ട് കാണിക്ക്, അതാണ് ഓണസദ്യ. ഇത് ഓണം വരുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് കുറച്ച് പേരെ വിളിച്ച് ഓണസദ്യ നടത്തിയിട്ട് സാധാരണക്കാരന് ഒരു സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യാനാണ് നിങ്ങളെ ഭരണത്തിൽ കയറ്റിയത്. കഴിഞ്ഞ സർക്കാർ അത് ചെയ്തില്ല, നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഇപ്പം ഉണ്ടായത്? എന്താണ് നിങ്ങളിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കേണ്ടത് ജനം? പറയൂ. ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഇതുമാതിരി അങ്ങനെ പോവും.